അതുപോലെ മെസ്സിനെ വെച്ച് ചെയ്യാനുള്ള കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ മന്ത്രി അബ്ദുറഹ്മാൻ നമ്മളെ പറ്റിച്ചു. അതായത് 2 പ്രാവശ്യം മെസ്സി വരും പറഞ്ഞുകൊണ്ട് വന്നില്ല. കുട്ടികളൊക്കെ നിരാശയിലാണ്. അപ്പം ഞാനിവിടെ മത്സരിച്ചിട്ട് ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നെക്കൊണ്ട് കഴിയാത്ത വാഗ്ദാനങ്ങൾ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇന്നെക്കൊണ്ട് കഴിയണ വാഗ്ദാനങ്ങൾ എൻ്റെ ആയുസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതി മതം നോക്കാതെ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. പിന്നെ ഞാനിവിടെ എൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഉള്ളത് എൻ്റെ ശമ്പളത്തിൻ്റെ കാര്യമാണ്. എൻ്റെ 5 വർഷ ശമ്പളം ഞാൻ ഈ നാട്ടിൽ ഒരുപാട് ഈ 2-ാം വാർഡിൽ ഒരുപാട് രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ക്യാൻസർ, കിഡ്നി രോഗികൾ, ഇവർക്ക് കൊടുക്കുക എന്നുള്ള ഞാൻ ഈ 5 വർഷത്തെ ശമ്പളം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് അതുകൊണ്ട് ഒരു ഉറുപ്പ്യം വേണ്ട. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് ഒരു ഉറുപ്പ്യം വേണ്ട. പക്ഷെ നമുക്ക് അബ്ദുറഹ്മാൻ ഇത് പറ്റിച്ചത് കൊണ്ട് നമ്മൾ മെസ്സിനെ വെച്ച് കാണ്ടേനെ ഞാൻ ഈ 2-ാം വാർഡിൽ ഒരാളെയും പറ്റിക്കൂല. ഇല്ല, കാരണം എന്താ പറയുക, നമ്മളൊരു മെസ്സിനെ മാത്രം ആരാധിക്കണമല്ല, നമ്മളൊരു ഫുട്ബോൾ പ്രേമിയാണ്. നെയ്മർ, എംബാപ്പ, റൊണാൾഡോ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ മെസ്സിനെ തിരിക്ക് വലിച്ചിട്ടുള്ള കാരണം മെസ്സിനെ വെച്ചിട്ടാണ് മന്ത്രി നമ്മളെ ശരിയാക്കിയത്. അപ്പോൾ അത് വെച്ച് കാണ്ടാണ് മെസ്സിനെ വിട്ടുകൊടുത്തത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ വെച്ച് കണ്ട് നമ്മളെ ചെയ്യണില്ല. ഞാൻ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് മന്ത്രി അബ്ദുറഹ്മാൻ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച പോലെ സലീംക നിങ്ങളെ പറ്റിക്കില്ല. നാടിന്റെ വികസന തുടർച്ചയ്ക്കും മുന്നേറ്റത്തിനും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് 2-ാം വാർഡ് സ്ഥാനാർത്ഥി KP സലീം സാഹിബിനെ കോണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുക. നീയൊക്കെ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല, നിന്നോട് പറയേണ്ടത് മറ്റേ ഭാഷയാണെന്നും ഒരു മാധ്യമപ്രവർത്തകനോട് മന്ത്രി പറഞ്ഞു. ഈ അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഞാനല്ല സ്പോൺസറാണ്. ആ ചോദ്യം ചോദിക്കും. തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട്? ഇപ്പൊ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ എന്റെ തന്നോട് ഇവിടുന്ന് ഞാൻ ഇപ്പൊ തർക്കിക്കാൻ വരുന്നില്ല. എന്താ അറിയോ, അത് ശരിയാവില്ല. എന്നോട് വർത്താനം പറയാൻ മറ്റേ ഭാഷ ഞാനതല്ല. ഞാൻ സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞെന്താ, ആ സ്പോൺസർ പറഞ്ഞെന്താ, നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും, ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളത്? അതിനല്ലേ പറയുന്നത്. പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് അല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് വളരെ വ്യക്തമല്ലേ. ഇനിയിപ്പോൾ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുക്കും. അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ തോന്നുന്ന മാതിരി പറയണ ഉത്തരം പറയാൻ എൻ്റെ ജോലിയല്ല. നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ. വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇനി മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന്. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരും. ഒഴിഞ്ഞുമാറ്റമല്ല, ഞാൻ അതാണ് നിങ്ങൾ തിരിക്കുന്നതുണ്ടോ. മെസ്സി വരുന്നുണ്ടോ നിങ്ങൾ തിരിക്കും. അതാ ഞാൻ പറയാം, ഒഴിഞ്ഞുമാറ്റമല്ല. ഞാൻ പറയുന്നത് അറിയോ, നവംബർ അല്ല, ഒരു മിനിറ്റ് സഹോദരൻ പറഞ്ഞോട്ടെ. മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കും, മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ കഴിയും. ഞാൻ അതിന് ശ്രമിക്കും എന്നുള്ളതല്ല, അത് നടക്കും.